ഈ കേസിലെ അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്തു പോകേണ്ടതുണ്ട്. മുൻകാലത്ത് നടന്ന ചില അഡ്ജസ്റ്റ്മെന്റുകൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം കൂടിയുണ്ട്. ഒന്ന് 96-ലെ പയ്യന്നൂർ ചന്ദ്രൻ കേസാണ്. അതിൽ സെഷൻസ് കോടതി വളരെ കൃത്യമായി പറഞ്ഞു, അലംഭാവം കാണിച്ച ഓഫീസർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് സെഷൻസ് കോടതി കത്തയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് ഭരണത്തിലിരുന്നത് UDF ആണ്. മറ്റൊന്ന് KT ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസുമായി ബന്ധപ്പെട്ടാണ്. അവിടെയും സെഷൻസ് കോടതി, തലശ്ശേരി സെഷൻസ് കോടതി പറഞ്ഞു, ചീഫ് സെക്രട്ടറിയെ അറിയിച്ചു, ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിൽ വളരെ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു. അതും അവിടെ കോൾഡ് സ്റ്റോറേജിൽ വെക്കുന്നൊരു സമീപനം UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. മറ്റൊന്ന് പരുമല കേസുമായി ബന്ധപ്പെട്ടാണ്. JR പത്മകുമാർ, ഞാൻ ഈ പ്രശ്നം കൂടെ ഉന്നയിക്കുന്നത്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞു, ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉള്ളതുകൊണ്ടാണ് 10 പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ട സാഹചര്യം ഉണ്ടായത്. അങ്ങയുടെ ഓർമ്മയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് ഞാൻ അതിൽ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ LDF പ്രതിനിധി പറഞ്ഞത് വളരെ സത്യസന്ധമായി കേരള ഗവൺമെൻറ് നടപടിയെടുത്തു. തുടക്കത്തിൽ ഇതിൻ്റെ നാൾവഴികളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം, വളരെ വ്യക്തമായിട്ടറിയാം. ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സംഭവം നടന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്റ്റേറ്റ് പോലീസ് ഇതിനെ അന്വേഷണം നടത്തി. പ്രധാന പീതാംബരലിംഗ് ഇതെത്തി. അത് കഴിഞ്ഞ് സജി അറസ്റ്റ് ചെയ്തു. തൊട്ട് അതിന് നേതൃത്വം കൊടുത്ത അന്ന് പ്രധാന പ്രതികളിൽ 1-2 പേരെ പാർട്ടിക്കാരെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിലേക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം കേരള പൊതുസമൂഹത്തിന് അറിയാം. അന്ന് മുഹമ്മദ് റഫീഖായിരുന്ന പോലീസ് SP സ്ഥലം മാറ്റി. ആ സ്ഥലം മാറ്റിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ടായിരുന്ന DYSPമാരെ സ്ഥലം മാറ്റി, CIമാരെ സ്ഥലം മാറ്റി, അത് ടീമിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ സ്ഥലം മാറ്റിയിട്ട് സ്വന്തം താല്പര്യമനുസരിച്ച് CPMൻ്റെ ആജ്ഞാർത്ഥികളായിട്ടുള്ള ആളുകളെ അതിനകത്ത് പോസ്റ്റ് ചെയ്ത് ഈ കേസിനെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അവിടെയാണ് കുടുംബം കോടതിയിലേക്ക് പോകുന്നത്. അട്ടിമറി നീതി നിഷേധിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പായ സാഹചര്യത്തിലാണ് CBIയുടെ അന്വേഷണത്തിലേക്ക് പോവുകയും, അതല്ലെങ്കിൽ ആദ്യത്തെ അറസ്റ്റ് കൊണ്ട് ചാർജ് കൊടുക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് താങ്കൾ പറഞ്ഞിട്ടുള്ള KT ജയകൃഷ്ണൻ്റെ കേസായാലും പന്ന്യന്നൂർ ചന്ദ്രൻ്റെ കേസായാലും പരുമല കേസായാലും. അന്വേഷണം നടത്തിയിട്ട് എങ്ങനെയാണ് ചാർജ് കൊടുക്കുന്നത്, എങ്ങനെയാണ് പ്രതികളെ രക്ഷിക്കാൻ പ്രോസിക്യൂഷൻ തന്നെ മുന്നോട്ട് വരുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. അവിടെയാണ് കോടതി ഇടപെട്ടിട്ട് ഇതിന് ഉത്തരവാദികളായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കണം. അതിന് കോടതിക്ക് ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി അയച്ചു കൊടുത്തിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തി അതിന് ശക്തമായ നടപടിയെടുക്കണം. നമുക്കറിയാം, നിർഭാഗ്യവശാൽ കേരളത്തിൽ അങ്ങനെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പന്ന്യന്നൂർ ചന്ദ്രൻ കേസിലായാലും ശരി, KT ജയകൃഷ്ണൻ മാസ്റ്റർ കേസിലായാലും ശരി, പരുമല കേസിലായാലും ശരി, അതുപോലെ നിരവധി കേസുകളിൽ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയെടുക്കാൻ അന്ന് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം വന്ന UDF ഗവൺമെൻറ്റിനും അത് താല്പര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ CBI മറ്റേ പരുമല കേസ് വന്ന സമയത്തായാലും നമ്മുടെ KT ജയകൃഷ്ണൻ്റെ കേസിലായാലും CBI അന്വേഷണം വേണമെന്ന് മുന്നോട്ട് വന്നപ്പോൾ അന്ന് AK ആൻ്റണി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AK ആൻ്റണിയാണ് മുഖ്യമന്ത്രി. അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. CBI അന്വേഷണം വേണമെങ്കിൽ ഒന്നുകിൽ കോടതി പറയണം, അതല്ല എങ്കിൽ ഗവൺമെൻറ് തീരുമാനം എടുക്കണം. ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോഴും പല ആവശ്യം മുന്നോട്ട് വന്നപ്പോഴും UDF ഗവൺമെൻറ്റാണ് അത് അട്ടിമറിക്കുക. അപ്പോൾ ഈ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് കേരളത്തിൽ പ്രധാന പ്രതികളെ രക്ഷിക്കാൻ. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. കേരളത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-25ഓളം കേസുകൾ മലബാർ മേഖലയിൽ കോൺഗ്രസ്സുകാർ ഇരയായ കേസുകളിൽ CPM പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ള ആളുകളെ പ്രതിസ്ഥാനത്ത് നിർത്തി അന്വേഷണം നടത്തി കുറ്റം സ്ഥാപിക്കാൻ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിന് പോലും കഴിഞ്ഞിട്ടില്ല. ഈ കോൺഗ്രസ് സംഘടനയും കഴിഞ്ഞിട്ടില്ല യഥാർത്ഥ പ്രതികളെ, CPM പ്രതികളെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഏറ്റവും അവസാനമായി ഇപ്പോൾ ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഏതൊക്കെ കാര്യത്തിലാണ്. അക്കാര്യത്തിൽ ഒരു മറുപടി വേണം. നോക്കൂ, എനിക്ക് ആ കാര്യത്തിൽ മറുപടി പറയാം. അതിന് മുമ്പ് എനിക്ക് 2 കാര്യങ്ങളാണ്. ഇവിടെ JR പത്മകുമാർ പറഞ്ഞു വെക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ നടന്നു എന്നാണ്. എവിടെയാണ് JR പത്മകുമാർ അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നത്? ഞാൻ നേരത്തെ വായിച്ചല്ലോ, 154 സാക്ഷികൾ വിസ്തരിച്ചു. ഒരാൾ പോലും, ഔദ്യോഗിക സാക്ഷികളല്ലാത്ത ഒരാൾ പോലും കൂറുമാറിയതിനെ ഡിക്ലെയർഡ് ഹോസ്റ്റൈൽ ഇല്ല. എന്നാ പറഞ്ഞാൽ അവരെല്ലാവരും അവർ കണ്ടതും അവർ മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. അപ്പോൾ അവിടെ പിന്നെ എവിടെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്? പിന്നെ
അങ്ങ് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടാണ് 10 പേരെ വിട്ടുപോയതെങ്കിൽ ജ്യേഷ്ഠൻ മാസ്റ്റർ മരിച്ചപ്പോൾ അവിടെ എന്തേ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടാണോ ആ കേസിലെ പ്രതികൾ വിട്ടുപോയത്? പയ്യോളിയിലെ മനോജ് വധക്കേസ് അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടാണോ വിട്ടുപോയത്? ഞാൻ എത്ര കേസുകൾ ബി ജെ പിക്കാരെ കൊന്ന കേസിൽ, ബി ജെ പിക്കാർക്ക് പരിക്ക് പറ്റിയ കേസുകളിൽ എന്തേ കേരളത്തിലെ ഒരുപാട് പേര് പരസ്പരം കേസുകൾ പഞ്ചായത്താക്കിയ CPM-ഉം BJP-യും തമ്മിൽ പഞ്ചായത്താക്കിയ കേസുകളുടെ എണ്ണം ഞാൻ പറയണോ? പറയാൻ തീരുമാനിച്ചാൽ പറയുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ TP ചന്ദ്രശേഖരൻ്റെ കേസിലാണ്. TP ചന്ദ്രശേഖരൻ്റെ കേസിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അവിടെ തെളിയാത്ത ഭാഗം ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന ആവശ്യമായ കാര്യത്തിൽ പ്രോസിക്യൂഷൻ തെളിവ് കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയും പുനരന്വേഷണം നടത്തണമെന്ന ആവശ്യം ഹൈക്കോടതി മുമ്പിലുണ്ട്. അല്ല കേക്ക്, ആര് ഭരിക്കുന്നത് കൊണ്ടാണ്? ഞങ്ങൾ ഭരിച്ചത് കൊണ്ടാണ്. ഞങ്ങൾ ഭരിച്ചില്ലെങ്കിൽ കുഞ്ഞാനന്തരം ഞങ്ങൾ ഭരിച്ചില്ലെങ്കിൽ അവിടെ 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 ഒരു മിനിറ്റ് അവിടെ ഞങ്ങൾ TP ചന്ദ്രശേഖരന്റെ കേസിൽ ഞങ്ങളായതുകൊണ്ടല്ലേ അത് അന്തസ്സായി ഭരിച്ചത്, അന്തസ്സായി കേസ് നടത്തിയതും അവിടെ ശിക്ഷിക്കാൻ പറ്റിയത്? കുഞ്ഞനന്തരം ഉൾപ്പെടെയുള്ള ആളുകൾ CPM-ന്റെ മുഖ്യമന്ത്രിയുടെയും മാനസപുത്രന്മാരായിരുന്ന ആളുകൾ ആ ജയിലിൽ കിടക്കേണ്ടി വന്ന് അവിടെ നിന്ന് മരിക്കേണ്ടി വന്നില്ലേ? ആ മരണത്തെക്കുറിച്ച് വേറെ കാര്യമുണ്ട്, അത് വേറെ കാര്യം. ഞങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യുന്ന നിതാന്തമായ ജാഗ്രത BJP-ക്കാർ മരിച്ച മനോജ് വധക്കേസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നോ? ഞാൻ ചോദിക്കട്ടെ അയ്യിൽ സുക്കൂർ, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2012 അയ്യിൽ സുക്കൂർ കൊന്ന കേസിൽ, കഴുത്തറുത്ത് കൊന്ന കേസിൽ എങ്ങനെയാ CPM-ന്റെ ഉന്നത നേതാക്കന്മാർ പ്രതിയായത്? എവിടെയാ നിങ്ങളുടെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ്? ഞാൻ പറയാം ഞാനൊരു കാര്യം. ഞങ്ങളിവിടെ കേസ് അന്വേഷിച്ചത്, ആദ്യം കേസ് അന്വേഷിച്ച കേരളത്തിലെ പോലീസ്, CPM-ന്റെ പോലീസ്. രണ്ടാമത് കേസ് അന്വേഷിച്ചത് BJP കേന്ദ്രഭരണത്തിലുള്ള സമയത്ത് CBI. ഞങ്ങളെ പാർട്ടിയല്ലല്ലോ അന്വേഷിച്ചത്. പക്ഷെ ഞങ്ങൾ നിതാന്ത ജാഗ്രത നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. എന്തേ പരിമല കേസിൽ നിങ്ങൾ നിതാന്ത ജാഗ്രത ഇല്ലാതിരുന്നത്? എന്തേ ജയശങ്കർ മാഷിയുടെ കേസിൽ നിങ്ങൾക്ക് നിതാന്ത ജാഗ്രത ഉണ്ടാവാതിരുന്നത്? ഞങ്ങൾ ഇപ്പോഴും പറയുന്നല്ലോ 10 പ്രതികളെ ശിക്ഷിക്കാൻ ഞങ്ങൾ അപ്പീൽ പോകാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. എന്തേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിരുന്നത്? പിന്നെ ഇവിടെ ഒരു കാര്യം അങ്ങ് പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊക്കെയാണ്. ഞങ്ങൾ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇക്കാര്യത്തിൽ എടുത്ത നിതാന്ത ജാഗ്രത ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ശിക്ഷിക്കപ്പെടില്ല. ഇവിടെ കേരളത്തിലെ പോലീസ് പ്രോസിക്യൂഷനാണ് പോലീസ്. ഞങ്ങളൊക്കെ പ്രോസിക്യൂട്ടറായിരുന്ന ആളാണ്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിൽക്കേണ്ട പോലീസ് ആരുടെ ഭാഗത്ത് നിന്നത്? പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിൽക്കേണ്ട, പ്രതികൾക്കെതിരായി നിൽക്കേണ്ട കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ CPM-ന്റെ ഭരണ നേതൃത്വവും ആർക്ക് വേണ്ടിയാണ് നിന്നത്? അപ്പോൾ ഒരു കാര്യം സത്യമല്ലേ, കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ പോലീസും പ്രോസിക്യൂഷന് വേണ്ടിയല്ല, പ്രതികൾക്ക് വേണ്ടിയാണ്, പ്രതികളെ സഹായിക്കുവാൻ. ഒരു മിനിറ്റ്, അങ്ങേക്ക് വഴങ്ങുന്നില്ല. ഞാനൊന്ന് മറുപടി പറയുന്നത്. ഒരു മിനിറ്റ് ഞാൻ CPM-ന്റെ പ്രതിനിധിക്ക് ഒരു മറുപടി പറഞ്ഞോട്ടെ. CPM-ന്റെ പ്രതിനിധി പറഞ്ഞല്ലോ ഇവിടെ CBI വന്നുകൊണ്ട് ഒരു ഗുണമുണ്ടായില്ല എന്ന്. 20-ാം പ്രതി KV കുഞ്ഞിരാമൻ നേരത്തെ നിങ്ങൾ നടത്തിയ ക്രൈംബ്രാഞ്ചിലും ലോക്കൽ പോലീസ് അന്വേഷണത്തിലും പ്രതിയായിരുന്നോ? നിങ്ങൾ പറയണം. 20-ാം പ്രതി KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി CPM-ന്റെ വലിയ നേതാവ് രാഘവൻ, 22-ാം പ്രതി KV ഭാസ്കരൻ, പ്രാദേശിക CPM നേതാവ്, ഇവരൊന്നും നിങ്ങൾ നടത്തിയപ്പോൾ പ്രതിയായിരുന്നില്ലല്ലോ. ഇവരെയൊക്കെ ശിക്ഷിച്ചല്ലോ. ഇവരെയൊക്കെ ശിക്ഷിക്കാൻ ഈ CBI-യുടെ അന്വേഷണവും ആവശ്യമായ കേസിലെ സാക്ഷികളുടെയും മൊഴിയല്ലേ. അപ്പോൾ ഞങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്ത തീരുമാനങ്ങൾ, ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഈ കേസിൽ നീതി പൂർണ്ണമായി ലഭിക്കുന്നതുവരെ അവസാനം വരെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ഇവിടെ ഞങ്ങൾ നേരിടുന്നത് കൊലയാളികൾ എന്ന് പറയുന്നവർക്ക് മാത്രമല്ല, കൊലയാളികൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന CPM ഭരണത്തിനും പിണറായി ഭരണത്തിനും എതിരായി കൊണ്ടുള്ള വിജയമാണ് ഇത്. ഇത് പിണറായിയുടെ ഭരണത്തിലേറ്റ ഏറ്റവും വലിയ അടിയാണ് ഈ വിധി എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. മുന്നോട്ട് പോകുന്ന